തലച്ചോർ ഉപയോഗിച്ച് എങ്ങനെ പണമുണ്ടാക്കാം? ചാണക്യതന്ത്രങ്ങൾ. കഠിനാധ്വാനം ചെയ്താൽ മാത്രം പണക്കാരാകാൻ കഴിയുമെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു ദിവസം മുഴുവൻ വെയിലത്ത് പണിയെടുക്കുന്ന കൂലിപ്പണിക്കാരൻ എന്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാകുന്നില്ല? ശരീരം കൊണ്ട് അധ്വാനിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ തലച്ചോർ കൊണ്ട് അധ്വാനിക്കുന്നതിന് പരിധികളില്ല. ശരീരം തളരും, പക്ഷേ ബുദ്ധി മൂർച്ച കൂടുകയുള്ളൂ. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ബുദ്ധിശക്തി പണമായി മാറുന്ന ഒരു ലോകത്താണ്. ഇവിടെ വിജയിക്കുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ ഭാരം ചുമക്കുന്നവനോ, അതോ ആ ഭാരം എങ്ങനെ എളുപ്പത്തിൽ നീക്കാം എന്ന് ചിന്തിക്കുന്നവനോ? ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാം. എന്നിട്ടും നമ്മളിൽ പലരും ഇപ്പോഴും പണമുണ്ടാക്കാൻ പഴയ വഴികൾ തന്നെ തേടുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ തന്ത്രജ്ഞനും സാമ്പത്തിക വിദഗ്ധനുമായിരുന്ന ആചാര്യ ചാണക്യൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. വെറും സാധാരണക്കാരനായ ഒരു ബാലനെ തന്റെ ബുദ്ധിശക്തി മാത്രം ഉപയോഗിച്ച് ഭാരതത്തിന്റെ ചക്രവർത്തിയാക്കി മാറ്റിയ ചാണക്യന്റെ തന്ത്രങ്ങൾ ഇന്നും പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഒരു വഴികാട്ടിയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചാണക്യനീതിയിൽ പറയുന്ന നിങ്ങളുടെ ബുദ്ധിയെ എങ്ങനെ പണമാക്കി മാറ്റാം എന്നതിനെക്കുറിച്ചുള്ള രഹസ്യങ്ങളാണ്. വെറുമൊരു മോട്ടിവേഷനല്ല, ഇത് പ്രായോഗികമായ തന്ത്രങ്ങളാണ്. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സാമ്പത്തിക വിജയം ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ ഞാൻ വിജയിക്കും എന്നൊന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഈ ചെറിയ പ്രവൃത്തി ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒന്നാം തന്ത്രം: അറിവാണ് ഏറ്റവും വലിയ നിക്ഷേപം. ചാണക്യൻ പറയുന്നു, വിദ്വാൻ സർവത്ര പൂജ്യത്തെ. അതായത് അറിവുള്ളവൻ എല്ലായിടത്തും ആദരിക്കപ്പെടുന്നു. പണമുണ്ടാക്കാനുള്ള യാത്രയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ അറിവാണ്. പലരും കരുതുന്നത് പണം നിക്ഷേപിച്ചാലേ പണമുണ്ടാകൂ എന്നാണ്. എന്നാൽ ചാണക്യന്റെ അഭിപ്രായത്തിൽ പണം പോയാൽ അത് തിരിച്ചുപിടിക്കാം. എന്നാൽ അറിവില്ലായ്മ കൊണ്ട് നഷ്ടപ്പെട്ട അവസരങ്ങൾ തിരിച്ചുപിടിക്കാൻ കഴിയില്ല. നിങ്ങളുടെ തലച്ചോറിനെ മൂർച്ച കൂട്ടാതെ നിങ്ങൾക്ക് സമ്പന്നനാകാൻ കഴിയില്ല. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ജോലി എന്തുമാകട്ടെ, അതിനെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നിങ്ങൾക്കുണ്ടോ? അതോ വെറുതെ യാന്ത്രികമായി ജോലി ചെയ്യുകയാണോ? മറ്റുള്ളവർക്കറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കറിയാമെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ മൂല്യം വർദ്ധിക്കുന്നത്. ആ അറിവിനെയാണ് പണമാക്കി മാറ്റേണ്ടത്. നിരന്തരം പുതിയ കാര്യങ്ങൾ പഠിക്കുക. വിപണിയിൽ എന്ത് മാറ്റങ്ങളാണ് വരുന്നത്? പുതിയ സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണ്? ആളുകളുടെ ആവശ്യങ്ങൾ എങ്ങനെ മാറുന്നു എന്ന് നിരീക്ഷിക്കുക. ഈ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്യുന്ന തലച്ചോറിന് മാത്രമേ വലിയ സമ്പത്ത് സൃഷ്ടിക്കാൻ കഴിയൂ. പഠനം ഒരിക്കലും അവസാനിപ്പിക്കരുത്. കാരണം അറിവില്ലാത്തവൻ അന്ധനാണ് എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. കണ്ണില്ലാത്ത ഒരാൾക്ക് മുന്നിലുള്ള നിധി കാണാൻ കഴിയാത്തതുപോലെ അറിവില്ലാത്തവന് മുന്നിലുള്ള അവസരങ്ങൾ കാണാൻ കഴിയില്ല. രണ്ടാം തന്ത്രം: രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ്. സമ്പത്ത് നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണ് മൗനം. ചാണക്യൻ വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ ഭാവി പദ്ധതികൾ, നിങ്ങളുടെ നഷ്ടങ്ങൾ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, നിങ്ങളുടെ കുടുംബരഹസ്യങ്ങൾ എന്നിവ ഒരിക്കലും മറ്റുള്ളവരോട് വെളിപ്പെടുത്തരുത്. നമ്മൾ പലപ്പോഴും ആവേശത്താൽ നമ്മുടെ ഐഡിയകളും പ്ലാനുകളും മറ്റുള്ളവരോട് പറയും. ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ എനിക്കിത്ര ലാഭം കിട്ടി എന്നൊക്കെ. ഇത് വലിയൊരു അബദ്ധമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിനു മുൻപേ അത് കൊട്ടിഘോഷിച്ചാൽ അസൂയയുള്ളവർ അത് തകർക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ മോഷ്ടിച്ച് അവർ നടപ്പിലാക്കും. നിങ്ങളുടെ തലച്ചോർ ഒരു കോട്ട പോലെയായിരിക്കണം. അതിനുള്ളിൽ നടക്കുന്ന തന്ത്രങ്ങൾ പുറത്തുള്ളവർ അറിയരുത്. വിജയിച്ചു കഴിഞ്ഞാൽ ആ വിജയം തന്നെ ശബ്ദമുണ്ടാക്കിക്കോളും. അതുവരെ നിശബ്ദമായിരിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകിച്ചും. നിങ്ങൾക്ക് എത്ര പണമുണ്ടെന്നോ, എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നതെന്നോ, എത്ര കടമുണ്ടെന്നോ പരസ്യപ്പെടുത്തരുത്. കാരണം പണമുള്ളവനെ ആളുകൾ അസൂയയോടെയും പണമില്ലാത്തവനെ പുച്ഛത്തോടെയും കാണും. ഈ രണ്ട് സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. അതുകൊണ്ട് ബുദ്ധിമാനായ മനുഷ്യൻ തന്റെ സാമ്പത്തിക രഹസ്യങ്ങൾ മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്നു. മൂന്നാം തന്ത്രം: ആരുമായി കൂട്ടുകൂടണം എന്ന തീരുമാനം. നിങ്ങളുടെ വരുമാനം നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന 5 ആളുകളുടെ വരുമാനത്തിന്റെ ശരാശരിയായിരിക്കുമെന്ന് കേട്ടിട്ടില്ലേ? ഇത് ആധുനിക മാനേജ്മെന്റ് തത്വം മാത്രമല്ല, ചാണക്യൻ പണ്ടേ പറഞ്ഞ കാര്യമാണ്. ദുർജന സമ്പർക്കം അല്ലെങ്കിൽ മോശം ആളുകളുമായുള്ള കൂട്ട് നിങ്ങളുടെ നാശത്തിന് കാരണമാകും. ഇവിടെ മോശം ആളുകൾ എന്നുദ്ദേശിക്കുന്നത് കുറ്റവാളികളെ മാത്രമല്ല. ലക്ഷ്യമില്ലാത്തവർ, എപ്പോഴും പരാതി പറയുന്നവർ, സമയം വെറുതെ കളയുന്നവർ, അലസന്മാർ, പണത്തെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്നവർ, ഇവരെല്ലാം നിങ്ങളുടെ പുരോഗതിയെ തടയുന്നവരാണ്. ഇങ്ങനെയുള്ളവരുമായി കൂട്ടുകൂടുമ്പോൾ നിങ്ങളുടെ ചിന്തകളും അവരെപ്പോലെയാകും. നിങ്ങളുടെ തലച്ചോറിന്റെ മൂർച്ച കുറയും. പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരുമായി, നിങ്ങളെക്കാൾ വിജയിച്ചവരുമായി കൂട്ടുകൂടുക. അവരുടെ സംസാരത്തിൽ നിന്നും അവരുടെ രീതികളിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാൻ ധാരാളമുണ്ടാകും. ഒരു ബുദ്ധിമാൻ എപ്പോഴും തനിക്ക് ഗുണകരമാകുന്ന സൗഹൃദങ്ങളെ മാത്രമേ നിലനിർത്തൂ.
ഇത് സ്വാർത്ഥതയല്ല, മറിച്ച് സ്വന്തം ലക്ഷ്യത്തോടുള്ള ആത്മാർത്ഥതയാണ്. നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അത് നിങ്ങളെ വളർത്തുന്ന ആളുകളുമായി മാത്രം പങ്കിടുക. 4ാം തന്ത്രം, ഭാവിയെ മുന്നിൽ കാണുക. ഒരു സാധാരണ മനുഷ്യൻ ഇന്നത്തെ കാര്യം മാത്രം ചിന്തിക്കുമ്പോൾ ഒരു ബുദ്ധിമാൻ വരാനിരിക്കുന്ന വർഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ചാണക്യൻ ഒരു ദീർഘദർശിയായിരുന്നു. അദ്ദേഹം ചന്ദ്രഗുപ്തനെ പരിശീലിപ്പിച്ചത് അന്നത്തെ ദിവസം ഭരിക്കാനല്ല, മറിച്ച് ഭാവിയിലെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനാണ്. നിങ്ങളുടെ തലച്ചോർ ഉപയോഗിക്കേണ്ടത് വരാനിരിക്കുന്ന അപകടങ്ങളെയും അവസരങ്ങളെയും മുൻകൂട്ടി കാണാനാണ്. ഇപ്പോൾ നല്ല വരുമാനമുണ്ടെന്ന് കരുതി അലസമായിരിക്കരുത്. നാളെ എന്ത് സംഭവിക്കും? ഈ ജോലി നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും? വിപണി മാറിയാൽ എന്തു ചെയ്യും? ഇതെല്ലാം മുൻകൂട്ടി ചിന്തിച്ച് പ്ലാൻ ബി തയ്യാറാക്കി വെക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ഒരു മഴക്കാലത്ത് കുടപിടിക്കുന്നത് പോലെയല്ല ഇത്. മഴ വരുന്നതിനു മുൻപേ വീട് മേയുന്നത് പോലെയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ ചെലവുകൾ എപ്പോഴും വരാം. അതിനായി ഒരു കരുതൽ ധനം സൂക്ഷിക്കുക. നിക്ഷേപങ്ങൾ വൈവിധ്യവൽക്കരിക്കുക. ഒരേ ഒരു വരുമാന സ്രോതസ്സിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നത് വിഡ്ഢിത്തമാണ് എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. ഒന്നിലധികം വഴികളിലൂടെ പണം വരാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. അതിന് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുക. 5ാം തന്ത്രം, അലസതയെ ഉപേക്ഷിക്കുക. അലസന് വിദ്യയില്ല, വിദ്യയില്ലാത്തവന് ധനമില്ല, ധനമില്ലാത്തവന് മിത്രങ്ങളില്ല, മിത്രങ്ങളില്ലാത്തവന് സുഖമില്ല. ചാണക്യന്റെ വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണിത്. നോക്കൂ, ഇതിന്റെ തുടക്കം എവിടെ നിന്നാണ്? അലസതയിൽ നിന്ന്. നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച ബുദ്ധിയുണ്ടാകാം, ഏറ്റവും നല്ല ഐഡിയകളുണ്ടാകാം. പക്ഷേ അത് പ്രവർത്തികമാക്കാൻ മടിയാണെങ്കിൽ ആ ബുദ്ധി കൊണ്ട് എന്ത് പ്രയോജനം? മടി ദാരിദ്ര്യത്തിന്റെ സഹോദരിയാണ്. തലച്ചോർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് ചിന്തിക്കുക എന്ന് മാത്രമല്ല അർത്ഥം. ചിന്തിച്ച കാര്യങ്ങൾ കൃത്യസമയത്ത് കൃത്യമായ വേഗതയിൽ നടപ്പിലാക്കുക എന്നതുകൂടിയാണ്. പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കും. നല്ല സമയം വരട്ടെ, അല്ലെങ്കിൽ എല്ലാം ശരിയാക്കിയിട്ട് തുടങ്ങാം എന്ന് കരുതി കാത്തിരിക്കും. എന്നാൽ ചാണക്യൻ പറയുന്നത് വർത്തമാനകാലമാണ് ഏറ്റവും വലിയ സമയമെന്നാണ്. പ്രവർത്തിക്കാൻ മടിക്കുന്നവൻ ലക്ഷ്മീദേവിയെ പുറത്താക്കുന്നു. പണം ചലിക്കുന്നിടത്തെ നിൽക്കൂ. നിങ്ങൾ ചലിച്ചാലേ പണം നിങ്ങളിലേക്ക് വരൂ. ഉറക്കവും അമിതമായ ഭയവും ദീർഘനേരത്തെ കാത്തിരിപ്പും ഉപേക്ഷിക്കുക. ബുദ്ധിപൂർവം കഠിനാധ്വാനം ചെയ്യുക. 6ാം തന്ത്രം, വികാരങ്ങളെ നിയന്ത്രിക്കുക. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഹൃദയം കൊണ്ടല്ല, തലച്ചോർ കൊണ്ടാവണം ചിന്തിക്കേണ്ടത്. കോപം, അത്യാഗ്രഹം, അമിതമായ സന്തോഷം ഇവയെല്ലാം നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിയെ നശിപ്പിക്കും. ചാണക്യന്റെ അഭിപ്രായത്തിൽ കോപിഷ്ഠനായ ഒരാൾക്ക് ഒരിക്കലും സമ്പത്ത് നിലനിർത്താൻ കഴിയില്ല. കോപം വരുമ്പോൾ നമ്മൾ വിവേകമില്ലാതെ തീരുമാനങ്ങളെടുക്കും. അത് ബിസിനസ് ബന്ധങ്ങളെ തകർക്കും. അതുപോലെ തന്നെ അപകടകരമാണ് അത്യാഗ്രഹം. പെട്ടെന്ന് പണക്കാരാകാനുള്ള അത്യാഗ്രഹം കാരണം പലരും തട്ടിപ്പുകളിൽ ചെന്ന് വീഴുന്നു. ലോട്ടറി, ചൂതാട്ടം അല്ലെങ്കിൽ അമിതലാഭം വാഗ്ദാനം ചെയ്യുന്ന പദ്ധതികൾ എന്നിവയിൽ പണം കളയുന്നത് ബുദ്ധിയുള്ളവർ ചെയ്യുന്ന കാര്യമല്ല. തലച്ചോറിന്റെ ധർമ്മം വിശകലനം ചെയ്യുക എന്നതാണ്. ഒരു തീരുമാനമെടുക്കുന്നതിനു മുൻപ് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ത്രാസിൽ തൂക്കി നോക്കുന്നത് പോലെ നോക്കുക. ലാഭമാണോ നഷ്ടമാണോ കൂടുതൽ എന്ന് കണക്കുകൂട്ടുക. ആവേശം കൊണ്ട് ഒപ്പിടുന്ന കരാറുകൾ, സുഹൃത്തല്ലേ എന്ന് കരുതിക്കൊടുക്കുന്ന കടങ്ങൾ, ഇതൊക്കെ പിന്നീട് വലിയ ബാധ്യതയായി മാറും. പണത്തിന്റെ കാര്യത്തിൽ കണക്ക് കൃത്യമായിരിക്കണം. അവിടെ വികാരങ്ങൾക്ക് സ്ഥാനമില്ല. നമ്മൾ വീഡിയോയുടെ പ്രധാന ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞു. ഇനിയും ചില സുപ്രധാന കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുൻപ് ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാണക്യന്റെ ഈ തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദം എന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ഇത്തരം അറിവുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ സഹായിക്കും. 7ാം തന്ത്രം, അവസരങ്ങളെ തിരിച്ചറിയുക. ഒരു കൊക്ക് ഇരപിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത് അനങ്ങാതെ ഒരേ നിൽപ്പ് നിൽക്കും. വെള്ളത്തിലൂടെ ഒട്ടേറെ ചെറുമീനുകൾ പോയാലും അത് അനങ്ങില്ല. തനിക്ക് ആവശ്യമുള്ള, തനിക്ക് പിടിക്കാൻ കഴിയുന്ന വലിയ മീൻ വരുമ്പോൾ മാത്രം അത് അതിവേഗത്തിൽ കൊത്തിയിരിക്കും. ചാണക്യൻ പറയുന്നത് ഒരു ബുദ്ധിമാൻ കൊക്കിനെപ്പോലെ ആയിരിക്കണം എന്നാണ്. എല്ലാ കാര്യങ്ങളിലും ചാടി വീഴരുത്. തനിക്ക് വിജയിക്കാൻ കഴിയുന്ന, തനിക്ക് ലാഭം തരുന്ന അവസരത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുക. ആ അവസരം വന്നാൽ ഒട്ടും സമയം കളയാതെ സർവ്വശക്തിയുമെടുത്ത് അത് ഉപയോഗപ്പെടുത്തുക. ഇന്ന് പലരും ചെയ്യുന്നതെന്താണ്? എല്ലാവരും ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്നു, എല്ലാവരും വാങ്ങുന്ന ഓഹരികൾ വാങ്ങുന്നു. ഇത് ആൾക്കൂട്ടത്തിന്റെ വഴിയാണ്. ബുദ്ധിമാൻ വിപണിയെ നിരീക്ഷിക്കുന്നു. എവിടെയാണ് വിടവുള്ളത്? എവിടെയാണ് ആളുകൾക്ക് പ്രശ്നങ്ങളുള്ളത്? ആ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ പണമുണ്ടാക്കാം. അവസരങ്ങൾ ആരും വന്ന് വാതിലിൽ മുട്ടില്ല. നമ്മൾ കണ്ണു തുറന്നു നോക്കിയാൽ മാത്രമേ അത് കാണാൻ കഴിയൂ. നിങ്ങളുടെ തലച്ചോറിനെ എപ്പോഴും ഓപ്പണാക്കി വെക്കുക. 8ാം തന്ത്രം, ധനത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുക. സമ്പാദിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് ചിലവാക്കുന്നതും. കയ്യിൽ കിട്ടുന്ന പണം മുഴുവൻ ചിലവാക്കുന്നവൻ വിഡ്ഢിയാണ്. ചാണക്യനീതി അനുസരിച്ച് വരുമാനത്തിന്റെ ഒരു ഭാഗം നിർബന്ധമായും സമ്പാദ്യമായി മാറ്റിവെക്കണം.
പക്ഷേ പിശുക്കനാവുക എന്നല്ല ഇതിനർത്ഥം. ആവശ്യത്തിന് ചിലവാക്കാതിരിക്കുന്നതും തെറ്റാണ്. പണം വിത്ത് പോലെയാണ്. അത് മുഴുവൻ തിന്നു തീർത്താൽ അടുത്ത കൃഷിക്ക് വിത്തുണ്ടാകില്ല. എന്നാൽ വിത്ത് പെട്ടിയിൽ പൂട്ടിവെച്ചാലോ? അത് മുളക്കില്ല. വിത്ത് മണ്ണിൽ കുഴിച്ചിടണം, എങ്കിലേ അത് മരമായി കായ്കൾ തരൂ. ഇതാണ് നിക്ഷേപം. നിങ്ങളുടെ പണം വെറുതെ ബാങ്കിലിടാതെ അത് വളരുന്ന സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക. ഭൂമിയിലോ സ്വർണത്തിലോ ബിസിനസ്സിലോ എവിടെയാണോ പണം വർദ്ധിക്കുന്നത് അവിടെ ഇടുക. പണം കൊണ്ട് പണമുണ്ടാക്കുക എന്നതാണ് ബുദ്ധിമാന്റെ രീതി. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ പണം നിങ്ങൾക്കായി ജോലി ചെയ്യണം. അതിനുള്ള വഴികൾ കണ്ടെത്താൻ നിങ്ങളുടെ തലച്ചോർ ഉപയോഗിക്കുക. 9ാം തന്ത്രം, റിസ്ക് എടുക്കാനുള്ള ധൈര്യം. ചാണക്യൻ എപ്പോഴും സുരക്ഷിതമായി ഇരിക്കാൻ മാത്രമല്ല പറഞ്ഞത്. സാഹസം ചെയ്യാത്തവന് വിജയം ലഭിക്കില്ല. റിസ്ക് എടുക്കുക എന്നത് മണ്ടത്തരമല്ല, അത് കണക്കുകൂട്ടിയുള്ള നീക്കമാണ്. ഭയമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു. പണം പോകുമോ എന്ന ഭയം കാരണം പലരും നല്ല അവസരങ്ങൾ വേണ്ടെന്ന് വയ്ക്കും. എന്നാൽ ബുദ്ധിമാൻ നോക്കുന്നത് ഇതിലെനിക്ക് എത്ര നഷ്ടം വരാം, ആ നഷ്ടം എനിക്ക് സഹിക്കാൻ കഴിയുമോ എന്നാണ്. സഹിക്കാൻ കഴിയുന്ന നഷ്ടമാണെങ്കിൽ മുന്നോട്ടു പോകുക. കാരണം വലിയ വിജയങ്ങൾ എപ്പോഴും വലിയ റിസ്കുകൾക്ക് പിന്നിലാണ് ഒളിച്ചിരിക്കുന്നത്. കപ്പൽ തുറമുഖത്ത് കിടക്കുമ്പോൾ സുരക്ഷിതമാണ്. പക്ഷേ കപ്പലുണ്ടാക്കിയത് അവിടെ കിടക്കാനല്ല, തിരമാലകളെ നേരിട്ട് മുന്നോട്ടു പോകാനാണ്. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് എവിടെ റിസ്ക് എടുക്കണം, എവിടെ പിന്മാറണമെന്ന് തീരുമാനിക്കുക. 10ാം തന്ത്രം, സ്വന്തം ശക്തിയും ദൗർബല്യവും തിരിച്ചറിയുക. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. ചാണക്യൻ പറയുന്നത് ഓരോ വ്യക്തിക്കും അവരുടേതായ കഴിവുകളുണ്ട് എന്നാണ്. മീനിന് നീന്താനാണ് കഴിവ്, മരത്തിൽ കയറാനല്ല. നിങ്ങൾ നിങ്ങളുടെ കഴിവെന്താണെന്ന് തിരിച്ചറിയുക. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനാണോ കഴിവ്? അതോ കലയിലാണോ? അതോ സംസാരിക്കാനാണോ? നിങ്ങളുടെ തനതായ കഴിവ് കണ്ടെത്തി ആ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റൊരാൾ ബിസിനസ് ചെയ്ത് പണമുണ്ടാക്കി എന്ന് കരുതി നിങ്ങളും അതുതന്നെ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ തലച്ചോർ ഏത് കാര്യത്തിലാണോ കൂടുതൽ പ്രവർത്തിക്കുന്നത് ആ കാര്യം ചെയ്യുക. അവിടെയാണ് നിങ്ങൾക്ക് മത്സരം കുറവുള്ളതും വിജയം എളുപ്പമാകുന്നതും. സ്വയം അറിയുക എന്നതാണ് ഏറ്റവും വലിയ അറിവ്. നിങ്ങളുടെ ബലഹീനതകൾ എന്താണെന്നും മനസ്സിലാക്കുക. അവിടെ മറ്റുള്ളവരുടെ സഹായം തേടുക. എല്ലാ കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കാതെ ടീമായി പ്രവർത്തിക്കാൻ പഠിക്കുക. ഉപസംഹാരം. സുഹൃത്തുക്കളെ, പണം എന്നത് ഒരു ഊർജമാണ്. അത് ആകർഷിക്കണമെങ്കിൽ നമ്മൾ അതിന് യോഗ്യരായിരിക്കണം. ചാണക്യനീതിയുടെ സത്ത എന്നത് നമ്മളെത്തന്നെ നിരന്തരം മെച്ചപ്പെടുത്തുക എന്നതാണ്. നിങ്ങളുടെ തലച്ചോറാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തി. അതിൽ തുരുമ്പ് പിടിക്കാൻ അനുവദിക്കരുത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ: നിരന്തരമായ പഠനം, രഹസ്യങ്ങൾ സൂക്ഷിക്കൽ, നല്ല സൗഹൃദങ്ങൾ, ഭാവിയിലേക്കുള്ള പ്ലാനിംഗ്, അലസത മാറ്റൽ, വികാരനിയന്ത്രണം, അവസരങ്ങൾ കണ്ടെത്തൽ, നിക്ഷേപം, റിസ്ക് എടുക്കൽ, സ്വയം തിരിച്ചറിയൽ, ഇവയൊന്നും ഒറ്റരാത്രി കൊണ്ട് സംഭവിക്കുന്ന അത്ഭുതങ്ങളല്ല. ഇത് ഒരു ജീവിതശൈലിയാണ്. ഈ തത്വങ്ങൾ ഓരോന്നും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ സാമ്പത്തിക വിജയം നിങ്ങളെ തേടിവരും എന്നതിൽ സംശയമില്ല. ഓർക്കുക, രാജാവ് തന്റെ രാജ്യത്ത് മാത്രമേ പൂജിക്കപ്പെടുന്നുള്ളൂ, എന്നാൽ അറിവുള്ളവൻ ലോകമെമ്പാടും പൂജിക്കപ്പെടുന്നു. പണത്തിന് പിന്നാലെ ഓടാതെ പണം നിങ്ങളെ തേടിവരുന്ന രീതിയിൽ നിങ്ങളുടെ ബുദ്ധിയെ വളർത്തുക. വിജയം നിങ്ങളുടേതാണ്. അടുത്ത വീഡിയോയിൽ കാണാം.